അല്ല, നിയമപരമായി ഈ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ചു കഴിഞ്ഞു. കാരണം അത് ഒരു വരിയെങ്കിലും ഗവർണർ സഭയിലെത്തി വായിച്ചാൽ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു കഴിഞ്ഞു. അതായത് ഭരണഘടനാപരമായി അദ്ദേഹത്തിൻ്റെ കർത്തവ്യം എന്താണോ അത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിറവേറ്റി കഴിഞ്ഞു സാങ്കേതികമായി എന്നാണ്. അത്രയും മതി. കാരണം ഈ നയപ്രഖ്യാപന പ്രസംഗം തന്നെ ഒരു സാങ്കേതികമായ കാര്യമാണ്. ഗവർണർ തന്നെ ഒരു സാങ്കേതികമായ കാര്യമാണ്. ഈ സർക്കാർ ഒരു നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാക്കുന്നു, അത് ഗവർണറെ കൊണ്ട് സഭയിൽ വായിപ്പിക്കുന്നു. ഗവർണർ എന്ന് പറയുന്നത് വളരെ സാങ്കേതികമാണ്. CPI എല്ലാ കാലവും പണ്ട് തൊട്ടേ CPI എന്ന് പറയുന്ന പാർട്ടി നിലപാടുള്ള ഒരു പാർട്ടിയാണ്. CPI ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. ഗവർണർ എന്ന് പറയുന്നത് തന്നെ വളരെ സാങ്കേതികമാണ്. അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നാണ്. ഈ പറഞ്ഞതുപോലെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു സർക്കാർ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ, അതാരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഭൂരിപക്ഷമുള്ള ഒരു മുന്നണി, പാർട്ടിയോ മുന്നണിയോ ആയിക്കോട്ടെ, ഭരിക്കുമ്പോൾ അവിടെ ആ മുന്നണിയുമായി യാതൊരു സ്വരച്ചേർച്ചയും ഇല്ലാത്ത രാഷ്ട്രീയമായി എതിർചേരിയിലുള്ളൊരു പാർട്ടിയുടെ പ്രതിനിധി ഇതിൻ്റെ തലപ്പത്ത് വന്നിരുന്നിട്ട് നീ അങ്ങോട്ട് പോ, ഞാനൊന്ന് കാണട്ടെ, നീ ഇവിടെ പോയി കാണിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ, നീ ഇങ്ങോട്ട് പോ, ഞാനിതൊന്ന് കാണട്ടെ എന്ന മട്ടിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഭരണത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ്. എന്തായാലും ആ സാങ്കേതികത്വം പൂർത്തിയായി കഴിഞ്ഞു, ഭരണഘടനാപരമായ ബാധ്യത നന്നായി പൂർത്തിയായി കഴിഞ്ഞു എന്നത് മാത്രമാണ് കൺഫ്യൂഷൻ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്നത്. അത് വളരെ ആലോചിച്ചു. കൺഫ്യൂഷൻ മാത്രമല്ല, ഇത് ജനങ്ങളെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സർക്കാരും ഗവർണറും തമ്മിലുള്ള ഈ പോര് അത് ഏതെല്ലാം തലത്തിലേക്ക് മാറുന്നു എന്നതൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുതിയ 2 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അത് രാജ്ഭവനിലായിരുന്നു അത് ചടങ്ങ് ക്രമീകരിച്ചിരുന്നത്. അവിടെ വെച്ച് പോലും പരസ്പരം ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ല ഗവർണറും മുഖ്യമന്ത്രിയും എന്നത്. അത് അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് ഇന്നെത്തിയിരിക്കുകയാണ്. ഗവർണർ 8:55 കൂടി നിയമസഭാ മന്ദിരത്തിലെത്തുന്നു. അവിടെ പതിവ് പോലെ മുഖ്യമന്ത്രിയും സ്പീക്കറും മറ്റു മന്ത്രിമാരും ഒക്കെ വന്ന് അദ്ദേഹത്തെ ബൊക്കെ നൽകി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ ബൊക്കെ നൽകി സ്വീകരിക്കുമ്പോൾ പോലും ആ ബൊക്കെ നൽകുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നില്ല ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം അലക്ഷ്യമായി ഒന്ന് കൈകൂപ്പി ആ ബൊക്കെ വാങ്ങി തൻ്റെ സഹായിയുടെ കയ്യിൽ കൊടുത്ത് സ്പീക്കറുടെ ബൊക്കെയും സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ രീതിയിൽ നടന്നങ്ങ് പോവുകയാണ്. എന്നിട്ട് മുഖ്യമന്ത്രിയെ കാത്തു നിൽക്കാതെ അദ്ദേഹം നേരെ സ്പീക്കറോടൊപ്പം സ്പീക്കറുടെ ഡയസിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ വെച്ച് ഈ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ അദ്ദേഹം എഴുന്നേൽക്കുന്നു. അതിൻ്റെ ആദ്യ പാരഗ്രാഫ് വായിക്കുന്നു. ഈ സഭയെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, അല്ലെങ്കിൽ അതെൻ്റെ അഭിമാനകരമാണ് എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഞാൻ അവസാന പാരഗ്രാഫിലേക്ക് പോവുകയാണെന്ന് പറയുന്നു. അവസാന പാരഗ്രാഫും വായിച്ച് ദേശീയ ഗാനവും ചൊല്ലി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നേരെ ആരെയും കാത്തു നിൽക്കാതെ അദ്ദേഹം സഭയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ബജറ്റ് മേശപ്പുറത്ത് വെച്ചതുപോലെ. അല്ല, അപ്പോഴും അദ്ദേഹത്തെ സഭയിൽ നിന്ന് യാത്രയാക്കാൻ വേണ്ടി സ്പീക്കർക്കൊപ്പം മുഖ്യമന്ത്രിയും ഒപ്പം മുതിർന്ന മന്ത്രിയായ കെ രാധാകൃഷ്ണനും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. എന്നിട്ട് സഭയ്ക്ക് പുറത്ത് വരെ ഈ മുഖ്യമന്ത്രിയും കെ രാധാകൃഷ്ണനും സ്പീക്കറും ഒക്കെ ചെല്ലുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. എന്നിട്ടും അവിടെ വെച്ചും കാറിൽ കയറി പോകുമ്പോൾ ഒരു പ്രത്യഭിവാദ്യത്തിനോ ഒന്നും അദ്ദേഹം തയ്യാറാവുന്നില്ല. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം ഒന്ന് കാണാം. കാരണം ഇത് നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗമാണ്. അതുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം വേഗം കണ്ടു തീർക്കാം. തീർച്ചയായും. Honorable Speaker, Chief Minister, Ministers, Leader of the Opposition and members, it is my honor and privilege to address this august body of representatives of the people of Kerala, marking the beginning of the 10th session of the 15th Kerala Legislative Assembly. And now I am reading the last para. Let us remember that the great legacy lies not in buildings or monuments, but in the respect and regard we show to the priceless legacy of the Constitution of India and the timeless values of democracy, secularism, federalism, and social justice. The essence of cooperative federalism is what has kept our country united and strong all these years. It is our bounden duty to ensure that this essence is not diluted. Together as part of this varied and beautiful nation, we will weave the tapestry of inclusive growth and responsible resilience, overcoming all the challenges that are thrown our way. Jai Hind. ഇതാണ് നയപ്രഖ്യാപന പ്രസംഗം, ഏറ്റവും ഹ്രസ്വമായ നയപ്രഖ്യാപന പ്രസംഗം. ഇതിലൂടെ ഗവർണർ പ്രഖ്യാപിച്ചതിൽ
ഗവർണറുടെ നയമാണ്, ഈ സർക്കാരിനോടുള്ള അദ്ദേഹത്തിന്റെ നയമാണ് ഗവർണർ പ്രഖ്യാപിച്ചത്. ഞാനത് തുടക്കത്തിൽ പറയണമെന്ന് ഇങ്ങനെ വിചാരിച്ചു, ഇത് ഗവർണറുടെ നയമാണ് പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹത്തിന്റെ നയം അവിടെ പ്രഖ്യാപിക്കുക മാത്രമല്ല കൃത്യമായി പ്രകടമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലൂടെ, അദ്ദേഹത്തിന്റെ നോട്ടത്തിലൂടെ പോലും ഗവർണർക്ക് ഈ സർക്കാരിനോടുള്ള നയം എന്താണ് എന്ന് പ്രകടമാക്കുക പോലും ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. എനിക്ക് ഈ സീൻ കാണുമ്പോൾ ഓർമ്മ വരുന്നത്, അതായത് ഈ ഹിന്ദു ആചാരപ്രകാരം കല്യാണം അച്ഛനും അമ്മയും ചേർന്ന് നടത്തണം എന്നുള്ളതാണ് മക്കളുടെ. അച്ഛനും അമ്മയും പിണങ്ങി, അച്ഛൻ വേറൊരിടത്താണ്, അമ്മ വേറൊരിടത്താണ്. പക്ഷേ മക്കളോട് അച്ഛനും അമ്മയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നൊരു തോന്നൽ രണ്ടുപേർക്കും ഉണ്ട് എന്നുള്ളതുകൊണ്ട് കല്യാണത്തിന് വന്നിട്ട് അച്ഛൻ മാല എടുത്തു കൊടുക്കും, താലി കിട്ടുന്നവരെ നിൽക്കും, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് ആരോടും മിണ്ടാ അച്ഛൻ്റെ പാടുമൊക്കെ പോയി, അമ്മ അമ്മയുടെ വഴിക്കും പോയി എന്ന് പറയും പോലെ ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. പ്രഖ്യാപന പ്രസംഗം വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഇത് ഭരണഘടനാപരമായി നിർവഹിക്കേണ്ട ഒന്നാണ്. ഞാൻ ഇത്തിരി പിണക്കമോ അനിഷ്ടമോ കാണിച്ചിട്ടാണെങ്കിലും അത് നിർവഹിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനതൊക്കെ ചെയ്യുന്നു, ഞാൻ എൻ്റെ പാടുമൊക്കെ പോകുന്നു എന്ന മട്ടിലാണ് ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് സംഭവിച്ചു കൂടാത്തത് എന്നും കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ട് അവർ നോക്കിയില്ല, ചിരിച്ചില്ല, കൈ കൊടുത്തില്ല, മിണ്ടിയില്ല എന്നുള്ളത് ജനങ്ങളുടെ വിഷയമല്ല, ആരുടെയും വിഷയമല്ല, അത് അവരുടെ വിഷയമാണ്. പക്ഷേ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് ഇവരെയൊക്കെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാൻ അവർ തയ്യാറായാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.